ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം PSC പലതവണയായിട്ട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഗ്ലോബും ഭൂപടവും. ഗ്ലോബ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഗ്ലോബ് എന്ന് പറയുന്നത് ഭൂമിയുടെ അതേ രൂപത്തിൽ ഗോളാകൃതിയിൽ നമ്മുടെ ഭൂമിയുടെ മാതൃക ചിത്രീകരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്ലോബ് എന്ന് വിളിക്കും. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ ഈ ഗ്ലോബിനെ നിവർത്തി വെക്കുകയാണെങ്കിൽ അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? നമ്മുടെ ലോക ഭൂപടം എന്ന് വിളിക്കുന്നു. ലോക ഭൂപടത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോക ഭൂപടത്തിൽ നമുക്കറിയാൻ പറ്റും 7 വൻകരകളും 5 സമുദ്രങ്ങളുമാണ് ഉള്ളത്. നമ്മുടെ 5ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 7 കോണ്ടിനെന്റ്സും വൻകരകളും അതേപോലെ തന്നെ 5 സമുദ്രങ്ങളുമാണ്. ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യ ആണ് അല്ലേ? നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? ലോക ഭൂപടം ഒന്ന് വരച്ചു നോക്കാം. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഏഷ്യ ആണ് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ ഇന്ത്യ വരുന്നത്. ഇത് ഞാൻ വരയ്ക്കുന്നത് ബ്ലാക്ക് സീ ആണ്. ഇത് ഏതാണ്? ബ്ലാക്ക് സീ ആണ്. ഇത് റഷ്യയുടെ ഭാഗമാണ്. ഇത് യൂറോപ്പാണ്. ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കും യൂറോപ്പാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ UK വരുന്നത്. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന കോണ്ടിനെന്റ് ഏതാണ്? നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദിസ് ഈസ് ആഫ്രിക്ക. ഈ ഭാഗത്ത് ഏതാ വരുന്നത്? യൂറോപ്പ്. യൂറോപ്പും ഏഷ്യയും തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലോങ് മൗണ്ടെയിൻ റേഞ്ചസ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഭാഗത്താണ് റഷ്യ വരുന്നത്. ഏഷ്യയുടെ ആ ഭാഗത്തായിട്ടാണ് റഷ്യ. ഇവിടെ നമ്മുടെ ഇന്ത്യ കാണപ്പെടുന്നു ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇവിടെ ഉള്ള ഏതാണ് ഒരു കോണ്ടിനെന്റ്? ഏതാണ്? കോണ്ടിനെന്റും ഒരു കൺട്രിയുമാണ്. ഏതാണ്? ഓസ്ട്രേലിയ ആണ്. നോക്കിയേ, ഓസ്ട്രേലിയ. ആഫ്രിക്ക നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഏതാണ് വരുന്നത്? ഇവിടെ ഗ്രീൻലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ് ആയിട്ടുള്ള ഗ്രീൻലൻഡ് കാണപ്പെടുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗത്തായിട്ടാണ് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റും കാണപ്പെടുന്നു. അപ്പൊ ഇത്രയും കോണ്ടിനെന്റ്സ് ആണ് നമുക്കുള്ളത്. നോക്കിയേ, 7 കോണ്ടിനെന്റ്സ് ആണ്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക. ഒരു കോണ്ടിനെന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഏത് കോണ്ടിനെന്റ് ആണ്? അന്റാർട്ടിക്ക. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഓഷൻ ഏതാണ്? ഇന്ത്യൻ ഓഷൻ. ഇന്ത്യക്ക് താഴെയായിട്ട് ഇന്ത്യൻ ഓഷൻ കാണപ്പെടുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് അറ്റ്ലാന്റിക് ഓഷൻ കാണപ്പെടുന്നു. അറ്റ്ലാന്റിക് ഓഷൻ S ആകൃതിയിൽ കാണപ്പെടുന്ന ഓഷൻ ആണ് അറ്റ്ലാന്റിക് ഓഷൻ. ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നു? ഇന്ത്യൻ ഓഷന്റെ ഈ ഭാഗത്തായിട്ട്, ഇന്ത്യൻ ഓഷൻ കഴിഞ്ഞ് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് പസഫിക് ഓഷൻ കാണപ്പെടുന്നു. നമ്മൾ ഗ്ലോബിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പസഫിക് ഓഷൻ നമ്മൾ ഇത് നിവർത്തി വെച്ചതാണ് അല്ലെ? ഇതിന്റെ ഭാഗം പസഫിക് ഓഷന്റെ ബാക്കി ഭാഗം ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെ പസഫിക് ഓഷൻ ആണ്. ഇവിടെ ഏത് ഓഷൻ വരും? സതേൺ ഓഷൻ വരും. അന്റാർട്ടിക്കയുടെ ചുറ്റും കാണപ്പെടുന്ന ഓഷൻ ആണ് സതേൺ ഓഷൻ. ഈ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഓഷൻ ആണ് ആർട്ടിക് ഓഷൻ. അപ്പൊ 5 ഓഷൻസ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ 7 കോണ്ടിനെന്റ്സ് നമ്മൾ കണ്ടു. എന്താണ് കാർട്ടോഗ്രഫി? ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ കാർട്ടോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കാർട്ടോഗ്രഫർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ പേര് പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് ചുമതലപ്പെട്ട ഏജൻസി, ഗവൺമെന്റ് ഏജൻസിയുടെ പേരാണ് സർവേ ഓഫ് ഇന്ത്യ. അതിന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ലോക ഭൂപടം കണ്ടു. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മൾ പണ്ടുകാലത്ത് നമുക്കറിയാം യൂറോപ്യൻസ് ഇന്ത്യ തേടി ഇറങ്ങിയ ഒരു കഥ നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തുന്ന വ്യക്തി, അതായത് യൂറോപ്യൻ ആയിട്ടുള്ള വ്യക്തി ആരാണ്? കടൽ മാർഗം ഇന്ത്യയിൽ എത്തുന്ന, കടൽ മാർഗമാണ് കേട്ടോ. ലാൻഡ് റൂട്ടിൽ നേരത്തെയും അവർ വന്നിട്ടുണ്ട്. എന്നാൽ കടൽ മാർഗം ഇന്ത്യയിൽ എത്തുന്ന ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏകദേശം 170 പേരടങ്ങുന്ന സംഘവുമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്താൻ സഹായിച്ചത്, ആദ്യമായിട്ട് അവിടെ നിന്ന് വരുന്നത് പോർച്ചുഗലിൽ നിന്ന് തന്നെയുള്ള ബർത്തലോമിയോ ഡയസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ആഫ്രിക്കയുടെ താഴ്ഭാഗത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് അതിനുശേഷം അങ്ങോട്ടേക്ക് നീങ്ങാനായിട്ട്, ഇന്ത്യയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നു? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച് ഇന്ത്യ കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയേ,
ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ നമ്മുടെ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നത്. അപ്പോൾ വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ ഇയറും ഡേറ്റും ചോദിക്കുന്നുണ്ട്. 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിച്ചേർന്നു. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കുക. അടുത്തത് ഇദ്ദേഹം വന്നിട്ടുള്ള, നമ്മൾ എന്തിനാണ് ഇതിപ്പോ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വന്നിട്ടുള്ള ആ സീ റൂട്ട് നമ്മൾ പറയാൻ വേണ്ടിയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് പോർച്ചുഗൽ കാണപ്പെടുന്നത്. പോർച്ചുഗലിൽ നിന്ന് എന്ത് ചെയ്തു, ഈ ഒരു ആഫ്രിക്ക, നമ്മൾ നേരത്തെ മാപ്പ് വരച്ചപ്പോൾ കണ്ടതാണ് ആഫ്രിക്ക, ഈ ഒരു ഭാഗത്തു കൂടി ചുറ്റി ഇവിടെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്ന് എന്ത് ചെയ്തു, ഇവിടെ വന്ന് താവളം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇതേ മാർഗം തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചു പോയതും. അപ്പോൾ ആ ഒരു റൂട്ട് അന്ന് മുതലേ നമ്മളെ കാർട്ടോഗ്രഫി, ഭൂപട നിർമ്മാണ ശാസ്ത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് അവരെ സഹായിച്ചത് ഈ ഒരു മാപ്പിംഗ് ടെക്നിക്സ് തന്നെയാണ്. അവർ കോമ്പസും മറ്റുമൊക്കെ ഉപയോഗിച്ച് നോർത്ത് സ്റ്റാറിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നാവികരൊക്കെ സഞ്ചരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മൾ കണ്ടു, അദ്ദേഹത്തിന്റെ റൂട്ട് കണ്ടു. ഇനി നമുക്ക് ഇന്ത്യ ഭൂപടം കൂടി പഠിക്കാം. നമ്മൾ ഭൂപടത്തെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ് ഇന്ത്യ ഭൂപടം. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളാണുള്ളത്, 28 സ്റ്റേറ്റുകളാണുള്ളത് അല്ലെ. അതേപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറികളുമാണ് ഉള്ളത്. നമുക്ക് ഇന്ത്യയുടെ ഭൂപടം ഒന്ന് റഫായിട്ട് വരച്ചു നോക്കിയാലോ? വരച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരച്ചെടുക്കുക. നോക്കി, ഇതാണ് ഇന്ത്യയുടെ ടോപ്പ് ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ജമ്മു ആൻഡ് കശ്മീറും ലഡാക്കുമുള്ള ഭാഗമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ജമ്മു ആൻഡ് കശ്മീർ, JNK, ഇത് ലഡാക്കാണ്. ലഡാക്ക് ഭാഗം യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കാണ്. ഇവിടെ JNK ആണ് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്തായിട്ട് 2 സ്റ്റേറ്റുകളാണ് കാണപ്പെടുന്നത്, ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഹിമാചൽ പ്രദേശ്. എന്നിട്ട് ഇങ്ങനെ പോയി നമുക്ക് ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, സിക്കിം. ഇവിടെ എന്താണുള്ളത്, ഇവിടെ നേപ്പാൾ, മറ്റൊരു കൺട്രിയാണ്, നമ്മളത് അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ നോക്കുക, ഈ ഒരു ഭാഗത്തായിട്ട് അരുണാചൽ പ്രദേശ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, അരുണാചൽ പ്രദേശ്. പിന്നെ ഇവിടെ എന്തുണ്ട്, 3 സ്റ്റേറ്റുകളാണുള്ളത്, നമാമി, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. പിന്നെ ഈ ഭാഗത്തായിട്ട് ത്രിപുരയുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് മേഘാലയ ഉണ്ട്, മേഘാലയ. പിന്നെ ഈ ഒരു ഉൾഭാഗത്തായിട്ട് മറ്റ് സ്റ്റേറ്റ്സ് വരച്ചു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, ആസാം കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്തുള്ളത് നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് രാജസ്ഥാന്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ നമുക്കിവിടെ അറിയാം എന്തുണ്ട്, ഗുജറാത്ത് ഉണ്ട് അല്ലേ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കേരളം ഉണ്ട്, അറിയാം അല്ലെ. ഇവിടെ തമിഴ്നാട്, കേരള നമുക്കറിയാവുന്നതാണ്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സിക്കിം വരച്ചു. നമുക്ക് ഇവിടെ ആയിട്ട് എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും, വെസ്റ്റ് ബംഗാൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്താണ് വെസ്റ്റ് ബംഗാൾ കാണപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രാജസ്ഥാൻ, ഇവിടെ നമുക്ക് ഹരിയാന വരയ്ക്കാം. ഇവിടെ പഞ്ചാബും ഇവിടെ ഹരിയാനയും ഉണ്ട്. ഈ ഒരു ഭാഗത്ത് രാജസ്ഥാനും ഉണ്ട്. ഇതാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. രാജസ്ഥാന്റെ അടുത്ത് തന്നെയായിട്ട് കാണപ്പെടുന്ന മറ്റൊന്നാണ് നമ്മുടെ ഉത്തർപ്രദേശാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണ്, ഇവിടെ കാണപ്പെടുന്നത് മധ്യപ്രദേശാണ്. അത് നമുക്ക് വരയ്ക്കാം. അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്ത് കർണാടക കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കർണാടകയുണ്ട്. ഇവിടെ എന്തുണ്ട്, ആന്ധ്രാപ്രദേശ്, കർണാടകയുടെ ആ ഭാഗത്തായിട്ട് ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഇവിടെ തെലങ്കാന, ആന്ധ്രയിൽ നിന്ന് തന്നെ വിട്ടുപോയ തെലങ്കാന കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ബീഹാറിന് മുന്നേ നമുക്ക് ഛത്തീസ്ഗഡ് ഒന്ന് വരയ്ക്കാം. ഛത്തീസ്ഗഡ് ഈ തെലങ്കാനയിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് ഛത്തീസ്ഗഡ് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് മധ്യപ്രദേശ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഗോവയും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്ത് ഗോവ, ഈ കർണാടകയുടെയും ഈ ഒരു ബോർഡർ, ഈ ഒരു ഭാഗത്തായിട്ട് ഗോവ കാണാനായിട്ട് കഴിയും. ഇവിടെ മധ്യപ്രദേശ്, ഇവിടെ മഹാരാഷ്ട്രയാണ്. ഇവിടെ നമുക്ക് ഒഡീഷ കാണാൻ പറ്റും. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ. ഇവിടെ ഒഡീഷയാണ്, ഇവിടെ ബീഹാറാണ്, ഇവിടെ ബീഹാറാണ്, ഇവിടെ ജാർഖണ്ഡ് ആണ്, ഇവിടെ വെസ്റ്റ് ബംഗാൾ ആണ്.
അപ്പൊ ഏകദേശം നമ്മുടെ സ്റ്റേറ്റ്സ് എല്ലാം 28 സ്റ്റേറ്റുകളാണ് ഉള്ളത്, പിന്നെ യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ഒരു ഭൂപടമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് സിക്കിം വരുന്നത് കേട്ടോ. ബീഹാർ കഴിഞ്ഞിട്ടാണ് സിക്കിം വരുന്നത്. അടുത്തതായിട്ട് കേരളത്തിന്റെ ഭൂപടത്തിൽ നോക്കിയേ, നമ്മൾ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി കേരളത്തിന്റെ ഭൂപടം നോക്കിയേ. കേരളത്തിന്റെ ഭൂപടത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? എത്ര ഡിസ്ട്രിക്റ്റുകളാണുള്ളത്? 14 ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത്. നോക്കിയേ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. തിരുവനന്തപുരമാണ് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയുടെ തലസ്ഥാനം അടയാളപ്പെടുത്തിയില്ല അല്ലേ? ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൽഹി വരുന്നത്. ഹരിയാന, ഉത്തർപ്രദേശ് ബോർഡറിലായിട്ടാണ് ഡൽഹി, ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി വരുന്നത്. നമ്മൾ കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത്. ഇനി ഭൂപടം വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് തലക്കെട്ടാണ്. തലക്കെട്ട്, കേരളം രാഷ്ട്രീയ ഭൂപടം. ഇപ്പൊ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭൂപടമാണെങ്കിൽ അങ്ങനെ അത് തലക്കെട്ടുണ്ടാവും. അത് എന്ത് ഭൂപടമാണെന്നും അതിന്റെ പേരെന്താണെന്നുമുള്ള ഒരു തലക്കെട്ട്, ടൈറ്റിൽ എന്തിലുണ്ടാവും? ഈ ഒരു ഭൂപടത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ദിശ, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, ദിശ അടയാളപ്പെടുത്തിയിരിക്കും. പിന്നെ സൂചികകൾ ഉണ്ടാകും. എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള സൂചികകൾ. ഇപ്പൊ സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ലൈൻസ് ആണ്, ഡോട്ടഡ് ലൈൻസ് ആണ് വരുന്നത്. ജില്ലാ അതിർത്തിയെ സൂചിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ബ്ലാക്ക് ലൈൻസ് ആണ് വന്നിട്ടുള്ളത്. തലസ്ഥാനത്തെ സൂചിപ്പിക്കാൻ ഈ ഒരു സ്റ്റാർ രൂപത്തിലാണ്. ജില്ലാ ആസ്ഥാനത്തെ സൂചിപ്പിക്കാൻ ഡോട്ടാണ്. ഇങ്ങനെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള സൂചികകളും എന്തിലുണ്ടാകും? മാപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ 3 കാര്യങ്ങൾ മാപ്പിൽ ഉണ്ടായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു മാപ്പ് വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങൾ, തലക്കെട്ട്, ദിശ, സൂചിക എന്നിവ ഉണ്ടായിരിക്കണം. ഇനി ഇതിനൊന്ന് ആൻസർ പറയാൻ നോക്കി. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല നമ്മൾ നേരത്തെ മാപ്പ് കണ്ടതാണ്. ഏതാണ് വരുന്നത്? തിരുവനന്തപുരമാണ് അല്ലെ? കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തിരുവനന്തപുരം. അതുപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഡിസ്ട്രിക്ട് ഏതാണ്? നമുക്കറിയാം, കാസർഗോഡാണ്. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങൾ, അത് ഈ മാപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ കാണാനായിട്ട് സാധിക്കും. നോക്കി, 2 സംസ്ഥാനങ്ങളുമായിട്ട്, ഇവിടെ തമിഴ്നാട് വരുന്നുണ്ട്, ഇവിടെ കർണാടകവും ഉണ്ട്. തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വരുന്നത്? വയനാട്. അപ്പോൾ മാപ്പ് മനസ്സിലാക്കിയാൽ തന്നെ, മാപ്പ് വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിയേ, പലതരം സൂചികകളാണ്. സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഡോട്ടഡ് ലൈൻസിലൂടെയാണ്. ജില്ലാ അതിർത്തി ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഇങ്ങനെയുള്ള ലൈനാണ് വരുന്നത്. നദികളെ സൂചിപ്പിക്കാനായിട്ട് ബ്ലൂ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നു നദികൾ. ദേശീയപാതകളാണെങ്കിൽ റെഡ് ലൈൻ ആണ്. ജില്ലാ അതിർത്തി ആണെങ്കിൽ അതിർത്തികൾ കറുത്ത വരകൾ കൊണ്ടാണ് എപ്പോഴും മാപ്പുകളിൽ സൂചിപ്പിക്കുന്നത്. ദേശീയപാതകൾ, റോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡ് ലൈൻസ് ആയിരിക്കും. ദേശീയപാതകളെ ചുവന്ന ലൈൻ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ റെയിൽ പാളങ്ങൾ ഏതാണ് സൂചിപ്പിക്കുന്നത്? റെയിൽ പാളങ്ങൾ ഇങ്ങനെ വരച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്, റെയിൽ പാളങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. തലസ്ഥാനമാണെങ്കിൽ ഒരു സ്റ്റാർ ആണ് കൊടുക്കുന്നത്. ജില്ലാ ആസ്ഥാനമാണെങ്കിൽ കറുത്ത ഡോട്ട് കൊടുക്കുന്നുണ്ട്. തുറമുഖത്തിന് ഒരു കപ്പലിന്റെ പടം വെച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിന് സംസ്ഥാന പാതകൾ. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്, റോഡുകൾ ചുവന്ന കളറിലാണ് രേഖപ്പെടുന്നത്. ചുവന്ന വരകൾ കൊണ്ടാണ് റോഡുകൾ രേഖപ്പെടുത്തുന്നത്. അതിർത്തികൾ കറുത്ത വരകൾ കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ വെള്ളം, വാട്ടർ ബോഡീസ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ കളറിലായിരിക്കും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മളെ മാപ്പിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന, നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കുന്ന ചില കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ സിംബൽസും ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ മാപ്പുകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് 5ാം ക്ലാസ്സിൽ നമ്മൾ ഇതിൽ മാത്രമുള്ള കാര്യങ്ങളല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് ആവശ്യമുള്ള മാപ്പുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്